വലിയൊരു പ്രതീക്ഷയിലാണ് വന്നത്. കാരണം ആ പ്രതീക്ഷയ്ക്ക് ഈ പടം വന്നിട്ടില്ല എന്നുള്ളത് വലിയ നിരാശാജനകമാണ്. ആ പാട്രിയറ്റ് എന്ന സിനിമയിൽ എന്റെ സുഹൃത്തിന്റെ കാറിലാണ് വന്നത്. അതിന്റെ ക്ഷീണം മാറ്റം പെട്ടി ഓട്ടോറിക്ഷ പിടിച്ച് പോയാൽ കൊള്ളാന്നുള്ളൊരു ഫീലാണ്. കാരണം അത്രത്തോളം മോശമായിട്ടാണ് ഫസ്റ്റ് ഹാഫ് വളരെ ലാഗായിട്ടാണ് പോകുന്നത്. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. എന്നെ കണ്ട് റിവ്യൂ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്കൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ പടം കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കയറിക്കോളൂ. കാരണം എന്താ പറയുക, ആ സമയത്താണ് ലാലേട്ടന്റെ എൻട്രി വരുന്നത്. ചിലവരുടെ ഒരു ചോദ്യമുണ്ട്, ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് മമ്മൂക്കയ്ക്ക് ഒരു ആദ്യം 100 കോടി ഒപ്പിച്ചു കൊടുക്കുന്നു. അതിന് ലാലേട്ടൻ ഒറ്റയ്ക്ക് അഭിനയിക്കണം, എന്നാൽ മാത്രമേ 100 കോടി 200 കോടിയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇന്നും മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡും ആ ചരിഞ്ഞ തോളിലാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീനുണ്ട്. ലാലേട്ടന്റെ ആ ഒരു എൻട്രി തൊട്ട് അദ്ദേഹത്തിന്റെ വിയോഗം വരെ ഒരു അരമണിക്കൂർ പീക്കാണ്. അത് മാത്രമേ ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയാനായിട്ടുള്ളൂ. ലാലേട്ടന്റെ മമ്മൂക്കയും ചേർന്നിട്ടുള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസും നമുക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ലാലേട്ടന്റെ ആ റോള്, റഹീം നായിക് എന്നുള്ള ഒരു കിടിലം റോള്, അത് മാത്രമാണ് ഈ പടത്തിലെ ഒരേ ഒരു ഇമ്പാക്ട്. ആ അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് അതിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓവറോൾ ബിലോ ആവറേജ്. ഓക്കെ.